ഏതൊക്കെ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ മലയാളികൾക്ക് പൊരിച്ച കോഴി ബിരിയാണീനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. നമുക്കിന്നൊരു പൊരിച്ച കോഴി ബിരിയാണി റെഡിയാക്കാം. വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം നൈസായി അരിഞ്ഞ സവാള ചെറുതായി ബ്രൗൺ കളറിലൊന്ന് വറുത്ത് കോരുക. വല്ലാതെ മൂത്തുപോയി കരിയിക്കരുത്, അപ്പോൾ ടേസ്റ്റ് അങ്ങ് മാറും കേട്ടോ. വല്ലാതെ മൂക്കുന്നതിന് മുമ്പ് കോരണേ. അതേ എണ്ണയിൽ നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ചേർത്ത് പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഒരു ഹാഫ് വേവിലൊന്ന് വറുത്ത് കോരണം. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഉള്ളിയുടെ കൂടെ വറക്കാൻ മറന്നു പോയി കേട്ടോ. അത് ഞാൻ പിന്നെ വറക്കും കേട്ടോ. വേറൊരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയിട്ട് നമുക്ക് ഒരു കഷ്ണം ക്യാരറ്റും ഒരു സവാള കഷ്ണം ചെറുതായി കൊത്തി അരിഞ്ഞ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് നന്നായി ഇളക്കുക. അപ്പോൾ നമ്മുടെ മുഴുവൻ മസാല മൊത്തത്തിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഗ്രാമ്പും പട്ടയും കടിക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാം. അതിലേക്ക് നമ്മുടെ ജീരകശാല റൈസ് കഴുകി വെച്ചതാണ്, ഇത് ഇട്ട് കൊടുക്കുക. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ചൂടാക്കി ഒന്നും കൂടെ നന്നാവും കേട്ടോ. ഈ സമയം നമ്മുടെ ചിക്കൻ വറുത്ത് ആയിട്ടുണ്ട്, അത് നമുക്ക് കോരാം. ചോറപ്പോയിന് ഒന്ന് തിളച്ച് സെറ്റാവട്ടെ. നമ്മുടെ ചിക്കൻ അങ്ങ് കോരി മാറ്റിയിട്ട് അതേ എണ്ണ തന്നെ നമുക്ക് കുക്കറിലേക്ക് കുറച്ച് ഒഴിച്ചെടുക്കാം. ആ ഒഴിച്ചെടുത്ത എണ്ണയിലേക്ക് നമുക്കൊരു 2 വലിയ സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അത് അതിനകത്തൊന്ന് നന്നായിട്ട് ഒന്ന് ഇളകി വരട്ടെ. ഒന്ന് നന്നായി വഴറ്റൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക. ആ സമയം നമുക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 4-5 വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ചേർത്ത് നന്നായി ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കാം. ഏകദേശം ഇത്ര ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അത് നമുക്ക് ഇട്ട് കൊടുക്കണം. പിന്നീട് ഒരു 2 വലിയ സവാളയും ഇതേപോലെ നൈസായി കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് ഇളക്കി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുക്കർ അടച്ച് നമുക്കൊരു 3 വിസിലിന് വേവിച്ചെടുക്കാം. ആ സമയം നമ്മുടെ ചോറൊന്ന് വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്കതൊന്ന് തട്ടിപ്പൊത്തിയിട്ട് തീ ഓഫാക്കിയിട്ട് അടച്ച് വെച്ച് കൊടുക്കാം. ചോറ് തനി അവിടെ ഇരുന്ന് വെന്തോളും, അല്ലെങ്കിൽ പിന്നെ കൂടുതൽ വെന്തു പോകും. അതിനുശേഷം നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് നമ്മൾ 3 വിസിലിന് ഉള്ളി വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതങ്ങ് വെന്തിട്ടുണ്ട് കേട്ടോ. അതങ്ങ് പുറത്തേക്ക് ഇറക്കിയിട്ട് നമുക്ക് അതങ്ങ് തുറന്നാൽ നമുക്ക് നമ്മുടെ ചിക്കൻ വറുത്ത അതേ പാത്രത്തിലേക്ക് തന്നെ ആ മസാലയെ തട്ടി നന്നായി ഇളക്കാം. അതേ സമയത്ത് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നമ്മുടെ മസാല നന്നായിട്ട് ഇളക്കാം. ഈ മസാലയ്ക്ക് ടേസ്റ്റ് കൂടാൻ വേണമെങ്കിൽ ഒരു 4-5 അണ്ടിപ്പരിപ്പൊന്ന് വെള്ളത്തിൽ കുതിർത്ത് അരച്ച് ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ കട്ടിയുള്ള പുളിയില്ലാത്ത തൈര് അത് ചേർക്കുന്നത് നല്ലതാണ്. ഞാനിവിടെ കാഷ്യൂ അരച്ചിട്ടൊന്നുമില്ല, പുളിയില്ലാത്ത കട്ടി തൈര് ചേർത്തിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് ചേർത്താൽ മതി. ഒരു ക്രീമി ടെക്സ്ചർ വേണം കേട്ടോ അതിന്. അത് നന്നായിട്ട് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് നമ്മുടെ പൊരിച്ച ചിക്കനും കൂടെ ചേർത്ത് നന്നായി ഇളക്കാം. ഈ മസാലയിലേക്ക് നമ്മുടെ മല്ലിയില, പുതിനയില അരിഞ്ഞതും ചേർത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് എന്തെങ്കിലും ഒരു ചെറിയ മസാലക്കുത്ത് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. എനിക്കിവിടെ പുതിനയില ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ മല്ലിയില മാത്രമേ ചേർത്തുള്ളൂ കേട്ടോ. ഈ ചാനൽ കാണുന്ന നിങ്ങൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്തേക്കണേ. ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പുതിയ ചാനലാണ് കേട്ടോ. എല്ലാവരും ഹെൽപ്പ് ചെയ്ത് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഈ സമയം നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. മസാല തട്ടിപ്പൊത്തിയതിന് ശേഷം നമ്മുടെ ചോറ് അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പരത്തി റെഡിയാക്കി വെച്ച് കൊടുക്കുക കേട്ടോ. ഈ സമയം നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ടേ. ചോറ് നന്നായിട്ട് ചിക്കൻ്റെ മുകളിൽ നന്നായിട്ട് ചോറ് പരത്തി വെച്ചതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാള എല്ലാം ചോറിന് മുകളിൽ നന്നായിട്ട് വെതറുക കേട്ടോ. വെതറി നല്ല ഭംഗിയായി നിരത്തിയതിന് ശേഷം കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി നമുക്കിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ കാണാനൊരു ചന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ബിരിയാണി മസാല അല്ലെങ്കിൽ ഗരം മസാല ഇതിൻ്റെ മുകളിൽ കൂടെ തൂവി കൊടുക്കുക. ഫുഡ് കളർ ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. ഇല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ഇതേപോലെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 2 സ്പൂൺ നെയ്യും കൂടി ഇതിൻ്റെ മുകളിൽ കൂടെ തൂവുക. അതിനുശേഷം നമ്മുടെ പാത്രം അങ്ങോട്ട് അടയ്ക്കുക. ഫ്ലെയിം ഓണാക്കിയിട്ട് വലിയ കട്ടിയുള്ള നമ്മുടെ ദോശക്കല്ല് ഒരെണ്ണം വെക്കുക. അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ബിരിയാണി പാത്രം മൊത്തത്തിൽ അങ്ങ് കയറ്റി വയ്ക്കുക. എന്നിട്ട് നല്ല വെയിറ്റുള്ള എന്തെങ്കിലും ഒരു സാധനം ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. ഒരു 10 മിനിറ്റ് നമുക്ക് അത് ദം ചെയ്യാം. 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലും 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ദം ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞ്
ആ പാത്രം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് അങ്ങ് തുറക്കാം കേട്ടോ. എന്താ മണം എന്നറിയാമോ? സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ചിക്കനൊക്കെ ആയിട്ടുള്ള നല്ല സൂപ്പർ 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 ബിരിയാണിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ് ഉണ്ടാക്കാൻ. ജീരകശാല റൈസാണ് ഞാൻ ഉപയോഗിച്ചിട്ടത്. അതിന് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം കറക്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഈസി ആയിട്ടുള്ള റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരോടും ഇഷ്ടം മാത്രം. താങ്ക് യു.